തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് മുന്നറിയിപ്പുമായി ഇടതു പാർട്ടികൾ. തങ്ങൾ വേണോ ചീഫ് സെക്രട്ടറി വേണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഇടതു പാർട്ടികൾ. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത് തടഞ്ഞുള്ള വിവാദ സർക്കുലറിന്റെ പശ്ചാത്തലത്തിലാണ് ഇടതു പാർട്ടികളുടെ പ്രതികരണം. ചീഫ് സെക്രട്ടറി സായ്കുമാറിന് കാലാവധി നീട്ടി നൽകിയത് റദ്ദാക്കണമെന്നും ഇടതു പാർട്ടികൾ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി ER രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, ഇത് ആദ്യമായല്ല ഇടതു പാർട്ടികൾ ഇതുപോലെ ചുടിക്കുന്നത്. ശ്യാമിൽ, ഈ സമീപകാലത്തെ 2 ഉത്തരവുകൾ ഇടതു പാർട്ടികളെ പ്രകോപിപ്പിച്ചിരുന്നു. കാരണം ഈ 2 ഉത്തരവുകളും ഇടതു പാർട്ടികളെ പ്രത്യേകിച്ച് CPM-നെ അടക്കം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഒന്ന്, ഡിണ്ടിഗൽ ജില്ലയിലെ ഗുസ്ലിയമ്പാറ തഹസിൽദാറുടെ ഉത്തരവായിരുന്നു. താലൂക്കിലെ കമ്മ്യൂണിസ്റ്റുകളുടെ എണ്ണം എടുക്കണം, അവരുടെ മേൽവിലാസം തേടണം എന്ന നിർദ്ദേശമാണ് നൽകിയിരുന്നത്. രണ്ടാമത്തേത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവായിരുന്നു. അതായത് CJP പ്രതിഷേധങ്ങൾക്ക് ഒപ്പം തന്നെ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്ക് അതിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത് തടയണം എന്ന നിർദ്ദേശമായിരുന്നു രണ്ടാമത്തെ ഉത്തരവ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏതായാലും മുന്നറിയിപ്പുമായി ഇടതു പാർട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ ഒരു പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികരണം CPM സംസ്ഥാന സെക്രട്ടറി ഷൺമുഖത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ വേണമോ അതോ ചീഫ് സെക്രട്ടറി വേണമോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ചീഫ് സെക്രട്ടറി അറിവോടെ അല്ലാതെ ഇത്തരം ഉത്തരവുകൾ ഉണ്ടാകില്ല എന്നാണ് ഇടതു പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചതാണ് സായ്കുമാറിനെ ചീഫ് സെക്രട്ടറിയായി. പക്ഷേ വിജയ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് കാലാവധി 6 മാസം നീട്ടി നൽകുകയാണ് ചെയ്തത്. അത് ഒഴിവാക്കണം, അത് റദ്ദാക്കണം എന്ന ആവശ്യം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഇടതു പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇടതു പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറി അറിയാതെ ഇത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. നിലവിൽ തമിഴ്നാട് ഭരിക്കുന്നത് ഒരു സഖ്യകക്ഷി സർക്കാരാണ്. വിജയ്ക്ക് അവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. CPM-ന്റെയും CPI-യുടെയും MLA-മാരുടെ പിന്തുണയോട് കൂടിയാണ് ഈ സർക്കാർ ഭരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം ഇടതു പാർട്ടികൾ നൽകിയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറിയായി ആരെ വേണമെങ്കിലും സർക്കാർ നിശ്ചയിക്കാം, അത് സർക്കാരിന്റെ അധികാരമാണ്, അതിൽ ഇടപെടില്ല. പക്ഷേ ഈ സായ്കുമാറെ ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കില്ല എന്ന ആവശ്യം ഇപ്പോൾ ഏതായാലും ഇടതു പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്.